Alhamdulillah. Innal hamdalillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu. واشهد ان محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اتقوا الله عباد الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ വസിയത്ത് അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്നിവിടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. സൂറത്തു ബഖറയിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വാചകം ചൊല്ലിപ്പടിച്ച് ഏറ്റുപറയുന്നു. ഫതലഖ ആദമ മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിൻ്റെ അരികിൽ നിന്നുള്ള ചില വാചകങ്ങൾ ചൊല്ലിപ്പടിച്ചു പറഞ്ഞു, ഏറ്റുപറഞ്ഞു. ഫതാബ അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമൂലം ആദം നബിക്ക് പുറത്തു കൊടുത്തു. എന്താണ് ചൊല്ലിപ്പറഞ്ഞത്, ഏതാണ് വാചകമെന്ന് സൂറത്തുൽ ബഖറയിലല്ല, സൂറത്തുൽ അറാഫിൽ വിശദീകരിക്കുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ അവർ പഴം കഴിക്കുകയും അത് ഞങ്ങളിൽ വന്നൊരു അബദ്ധമാണെന്ന് അവർ മനസ്സിലാക്കി റബ്ബിൽ നിന്നുള്ള ചില വാചകങ്ങൾ അവർ ചൊല്ലിപ്പടിച്ച് പറയുന്നു. സൂറത്തു അറാഫ് വിശദീകരിക്കുന്നു. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾക്ക് പിഴവ് പറ്റിപ്പോയി. നീ മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ, നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഖാസിരീങ്ങളിൽ പരാജിത ഉൾപ്പെട്ടു പോകും അല്ലാഹുവേ എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം ഖുർആൻ പറയുന്നു. 2, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനതക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ അഹ്ലുകാരെ സംരക്ഷിക്കാം, തൻ്റെ അഹ്ലുകാരെ മുഴുവൻ സംരക്ഷിക്കാം ഇത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയിരുന്നു. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വാസികളുമായി കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ തൻ്റെ ഭാര്യയും തൻ്റെ മക്കളുമെല്ലാം ആ വെള്ളത്തിൽ മുങ്ങിച്ചാവുകയാണ് ചെയ്തത്. അപ്പൊ ഈ വിവരം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നുണ്ട്, എൻ്റെ അഹ്ലുകാരായ, എൻ്റെ കുടുംബക്കാരായ ആളുകളെ എനിക്ക് സംരക്ഷിക്കാം
എന്ന് അള്ളാഹു വാഗ്ദാനം നൽകിയതല്ലേ, പിന്നെ എൻ്റെ കുടുംബമായ എൻ്റെ മകൻ, എൻ്റെ ഭാര്യ അവരെങ്ങനെ വെള്ളത്തിൽ മുങ്ങിച്ചത്തു എന്ന രൂപത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് വർത്തമാനം പറയുമ്പോൾ അഹ്ലുകാരെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് വിശ്വാസി സമൂഹത്തെയാണ്. എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഹ്ലുകാരെന്ന് കരുതിയത് തൻ്റെ കുടുംബക്കാരെ, ഭാര്യയെയും മക്കളെയും അതിൽ ഉൾപ്പെടുത്തി. ഈ വാചകത്തിന് ശേഷമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നത്, ഖാല റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽമുൻ. അള്ളാഹു, എനിക്ക് അറിവില്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ട് നിന്നോട് സംസാരിച്ചു, എനിക്കറിയാത്ത കാര്യങ്ങൾ കൊണ്ട് നിന്നോട് ഞാൻ സംസാരിച്ചു, നിന്നോട് ഞാൻ പറഞ്ഞു. വഇല്ലാ തഅഫിർലി വതർഹംനി അകും മിനൽ ഖാസിരീൻ. എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഞാൻ പറഞ്ഞത് അബദ്ധമാണ്, ഞാൻ പറഞ്ഞത് തെറ്റാണ്, നീ പറഞ്ഞ അഹ്ലുകാരൻ ഞാൻ മനസ്സിലാക്കാത്ത രൂപത്തിലൊരർത്ഥം ഞാൻ അതിനൊരു വ്യാഖ്യാനം നൽകി, അള്ളാഹുവേ ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചത് തെറ്റാണ്, അതുകൊണ്ട് നീ എനിക്ക് വഇല്ലാ തഗ്ഫിർലി, നീ എനിക്ക് മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ, പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞാൻ അകും മിനൽ ഖാസിരീൻ, ഞാൻ പരാജയം ഉൾപ്പെട്ടു പോകും അള്ളാഹുവേ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും കാണാൻ സാധിക്കും. 3, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണാൻ വേണ്ടി കടന്നു പോകുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പടച്ചവനോട് സംസാരിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനോട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നു, റബ്ബി അരിനി അൻദുർ ഇലൈക്. അള്ളാഹു, ഞാൻ നിന്നിലേക്കൊന്ന് നോക്കട്ടെ, എനിക്ക് നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, വല്ലാത്തൊരാഗ്രഹമുണ്ട്. ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹമാണ് തൻ്റെ റബ്ബിനെ ഒരു നോക്ക് കാണുക. അത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ആ ആഗ്രഹമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രകടിപ്പിച്ചത്. റബ്ബേ, എനിക്ക് നിന്നൊന്ന് കാണണം. ഖാല ലൻ തറാനി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക്, നിനക്കെന്നെ കാണാൻ സാധ്യമല്ല, എങ്കിൽ നീ ആ പർവ്വതത്തിലേക്ക് നോക്ക്. ആ പർവ്വതം അതിന്റെ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ നിനക്കെന്നെ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വരികയും അള്ളാഹുവിന്റെ പ്രകാശം വന്ന സമയത്ത് തന്നെ ആ പർവ്വതം ഒന്നാകെ പൊടിപടലമായി തീരുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായി വീഴുന്നു. ബോധം വന്ന ഉടനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, അല്ലാഹുവേ, ഖാല സുബ്ഹാനക് തുബ്തു ഇലൈക്. അല്ലാഹു, ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാചകമായിരുന്നു, എനിക്ക് നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു, എന്നെ കാണാൻ പറ്റില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നീ എന്നോട് പറഞ്ഞു, ഞാൻ അത് നിന്നോട് പറയാൻ പാടില്ലാത്തൊരു വർത്താനമായിരുന്നു. ഖാല സുബ്ഹാനക തുബ്തു ഇലൈക്, ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. വാന അവ്വലുൽ മുഅ്മിനീൻ, ഞാനാണ് വിശ്വാസികളിൽ ഒന്നാമനെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറയുന്നു. 4, ഒരു പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചപ്പോൾ, ഒരു സമുദായത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സമയത്ത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയെ അവിടെ ഉപേക്ഷിച്ച് കടന്നു പോകുന്നു. ആ ജനതയെ ഉപേക്ഷിച്ച് കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമല്ലാതെയാണ് ആ കടന്നുപോക്ക്. അതുകൊണ്ട് തന്നെ കപ്പലിൽ വെച്ച് ആളുകൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കടലിലേക്ക് എടുത്തെറിയപ്പെടുന്നു. വലിയ മത്സ്യം വന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വന്ന് വിഴുങ്ങുന്നു. ആ വയറ്റിൽ കിടന്ന്, മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബോധ്യപ്പെട്ടു, റബ്ബിന്റെ കൽപ്പനയില്ലാതെ ഞാൻ നടത്തിയ ഈ യാത്ര, ആ സമുദായത്തെ വിട്ടെറിഞ്ഞ് ഞാൻ പോകുന്ന ഈ ഒരു പോക്ക് അത് തെറ്റാന്ന് ബോധ്യപ്പെട്ടപ്പോ ഫതനാദാ ഫി ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന്, ഫനാദാ ഫി ളുലുമാത്, രാത്രിയുടെ അന്ധകാരത്തിൽ നിന്ന്, മത്സ്യത്തിന്റെ ഇരുട്ടിൽ നിന്ന്, ആ രാത്രിയുടെ ഇരുട്ടിൽ നിന്ന്, സമുദ്രത്തിന്റെ ഇരുട്ടിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു, ഞാൻ അക്രമം ചെയ്തു പോയി, എനിക്കൊരു അപരാധം പറ്റിപ്പോയി, എനിക്കൊരു തിന്മ പറ്റിപ്പോയി, നീ പുറത്തു തരണേമെന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. 5, സ്വഹാബികളായ ഒരു കൂട്ടം ആളുകൾ, ആ ആളുകൾ കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി വിളംബരം ചെയ്തപ്പോ ഒരുപാട് ആളുകൾ കടന്നു വന്നു. കിലോമീറ്ററോളം സഞ്ചരിക്കാനുണ്ട്. ആ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തബൂക്ക് യുദ്ധത്തിന് വന്നു. എന്നാൽ അതിൽ ചെറിയ ആളുകൾക്കൊക്കെ മടി പിടിച്ച്, ഇപ്പൊ തന്നെ ഞങ്ങൾ തബൂക്ക് യുദ്ധത്തിനൊന്നും പോണ്ട, നല്ല വെയിലാണ്, നല്ല ക്ഷീണമാണ്, ഞങ്ങൾ തൽക്കാലം ഇപ്പൊ തബൂക്ക് യുദ്ധത്തിന് പോണില്ല, വരണമെന്ന് ആഗ്രഹമുണ്ട്, ചെറിയൊരു അലസത കാരണം കുറച്ച് ആളുകളിൽ പോയില്ല. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നപ്പോ അവരുടെ കാരണം ബോധിപ്പിക്കാൻ പറഞ്ഞു. ഒരുപാട് ആളുകൾ വന്നിട്ട് കളവ് പറഞ്ഞു, ഒരുപാട് ആളുകൾ വന്ന് പറഞ്ഞു, ഓരോരുത്തർ ഓരോ കാരണം പറയാൻ തുടങ്ങി. റസൂലുള്ളാഹി, ഞങ്ങൾ വരണം എന്നൊക്കെ വിചാരിച്ച്, പക്ഷെ ഇന്നതായിരുന്നു കാരണം.
പക്ഷെ 3 ആളുകൾ കടന്നു വന്നു. 3 ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് അവർ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അവർ പറയുന്നത്, പ്രവാചകരെ, ഞങ്ങൾ വരണമെന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ എന്താണെന്നറിയില്ല, അങ്ങനെ സമയമാണ് ചെലവഴിച്ചു. ഞങ്ങളെ അലസത കൊണ്ട്, ഞങ്ങളെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തബൂക്ക് യുദ്ധത്തിലേക്ക് വരാതിരുന്നത്. ഞങ്ങൾ തന്നെയാണ് പ്രശ്നം എന്ന് ഈ 3 ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. വഅല സലാസത്തല്ലദീന ഖുല്ലിഫു, 3 ആളുകളില്ലേ, പിന്നീട് വിവരം തരാം, പിന്നീട് വരാമെന്ന് പറഞ്ഞ് മാറി നിന്ന ഈ 3 ആളുകളില്ലേ, പ്രവാചകരെ, ആ 3 ആളുകളുടെ അവസ്ഥ താങ്കൾക്ക് അറിയുമോ? ഇദാ ലോഖത്ത് അലൈഹിമുൽ അർദു ബിമാ റഹബത്, അവിടെ ഹൃദയങ്ങൾ, വിശാലമായൊരു ഭൂമി, അവർക്ക് ഈ ഭൂമിയടക്കം കുടുസത അനുഭവപ്പെട്ടിട്ടുണ്ട്. വലാഖത്ത് അലൈഹിം അൻഫുസുഹും, അവരുടെ ഹൃദയമടക്കം കുടുസത അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലന്നു അല്ലാ മൽജഅ മിനല്ലാഹ് ഇല്ലാ ഇലൈഹി സുമ്മ താബ അലൈഹിം ലിയതൂബു, അവർ തൗബ ചെയ്തു. ആ തൗബ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തു. ഈ 3 ആളുകളുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒന്ന് കഅബ് ഇബ്നു മാലിക്കാണ്, ഒന്ന് ഹിലാൽ ഇബ്നു ഉബയ്യാണ്, ഒന്ന് മുറാറയാണ്. ഈ 3 സ്വഹാബിമാരാണ് പിന്നീട് തീരുമാനം പറയാമെന്ന് പറഞ്ഞ് തബൂക്ക് യുദ്ധത്തിലേക്ക് വരാതിരുന്ന ആളുകൾ. അവരുടെ അലസത കൊണ്ടാണ് അവര് തബൂക്ക് യുദ്ധത്തിലേക്ക് വരാതിരുന്നത്. പ്രവാചകർ അവരുടെ അവസ്ഥ, വിശാലമായ ഈ ഒരു ലോകം, ഭൂമി അനുഭവപ്പെട്ട് കുടുസതയായിട്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റൂല, പടച്ചവന് തീരുമാനം വരട്ടെ. തീരുമാനം വന്നു. 50 ദിവസം അവരുമായി നിസ്സഹകരണം. 50 ദിവസമായിട്ട് ഈ 3 സ്വഹാബിമാരുമായി കഅബ് ഇബ്നു മാലിക്കിനോടും ഹിലാൽ ഇബ്നു ഉബയ്യിനോടും മുറാറയോടും ഒരിക്കലും ഒരാളുകളും സംസാരിക്കരുത്, ഇടപെടരുത്, നിസ്സഹകരണമാണ് പറഞ്ഞത്. നിസ്സഹകരണം പ്രഖ്യാപിച്ചു. 50 ദിവസം ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നിട്ട് പ്രായമുള്ള സ്വഹാബിമാരുണ്ട്. അതിൽ വളരെ പ്രായമുള്ള ഒരാളാണ് ഹിലാൽ ഇബ്നു ഉബയ്യ്. മഹാനായ ഹിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വരുന്ന പറയുന്നത്, പ്രവാചകരെ, അദ്ദേഹത്തിന് വലിയ പ്രായമാണ്, ഞാൻ അദ്ദേഹത്തിന്റെ അരികിലേക്ക് അദ്ദേഹത്തിന് പ്രയാസ, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയിക്കോട്ടെ, അദ്ദേഹത്തിനോട് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞോട്ടെ. റസൂൽ അദ്ദേഹത്തിന് അനുമതി നൽകിയെന്ന. എന്നാൽ കഅബ് ഇബ്നു മാലിക്, അതിൽ ഏറ്റവും ചെറുപ്പക്കാരൻ കഅബ് ഇബ്നു മാലിക്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു സലാം പറയും. പ്രവാചകൻ മൈൻഡ് ചെയ്യില്ല, പ്രവാചകൻ ഇങ്ങോട്ട് മുഖം തിരിക്കും. കഅബ് റളിയല്ലാഹു അൻഹു മുഖം അങ്ങോട്ട് തിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കും. കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ നോക്കുമ്പോഴോ റസൂൽ നേരെ ഇങ്ങോട്ട് മുഖം തിരിക്കും. പല സമയത്തും കാണുമ്പോൾ റസൂലുള്ളാഹിനെ കാണുമ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു സലാം പറയും, റസൂലുള്ളാഹി മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് തീരുമാനം വന്നു. സ്വന്തം ഭാര്യയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഭാര്യയോട് പറഞ്ഞു, ഇനി കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല. അങ്ങനെ ഏകദേശം 50 ദിവസക്കാലം അവര് നിസ്സഹകരണം. ഒരാൾ വരെയിട്ട് മൈൻഡ് ചെയ്യൂല, ഒരാൾ വരെയിട്ട് സലാം പറയൂല, സലാം പറഞ്ഞാലും മടക്കൂല്ല, ഒരാൾ വരെയിട്ട് ഇടപെടാത്ത രൂപത്തിലേക്ക് കടന്നു വന്നപ്പോ ഹത്താ ഇദാ ലോഖത്ത് അലൈഹിമുൽ അർളു ബിമാ റഹബത്, അവരുടെ ഹൃദയങ്ങൾ കുടുസതയായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. ജീവിതത്തിലെ ഭൂമികൾ കുടുസതയായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. വദാഖത്ത് അലൈഹിം അൻഫുസുഹും, അവരുടെ ഹൃദയങ്ങളിൽ അവർക്കൊരു കിടുകിടാമെന്നുള്ളൊരു വല്ലാത്തൊരു മാനസികമായ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു അവർക്ക്. അവര് തൗബ ചെയ്തപ്പോൾ ലിയതൂബു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിച്ചു. അവർ ഏറ്റു പറഞ്ഞപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തു എന്ന. എന്താണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പാഠം? എന്താ? ഇവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് അവർക്കൊരു ചെറിയൊരു അബദ്ധം പറ്റുന്നു. സ്വാഭാവികമായി മനുഷ്യൻ എന്ന നിലക്ക് ചെറിയ അബദ്ധങ്ങളും ന്യൂനതകളും മനുഷ്യൻ സഹജമായി കടന്നു വരുന്നതാ. കുല്ലിബിൻ ആദമ ഖതാഉൻ വഖൈറു ഖതാഇന തവ്വാബൂൻ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദമിന്റെ സന്തതികൾക്ക് പ്രശ്നം പറ്റും, ചില ന്യൂനതകളൊക്കെ പറ്റും, തിന്മകളൊക്കെ പറ്റും. വഖൈറു ഖതാബൂന തവ്വാബൂൻ, ഏറ്റവും ഉത്തമരായ ആളുകൾ തൗബ ചെയ്ത് മടങ്ങുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് തോന്നിയപ്പോൾ ഉടനെ അവർ ചെയ്ത പ്രവർത്തനമാണ് അതിൽ നിന്ന് പെട്ടെന്ന് മടങ്ങുക. അള്ളാഹുവിനോട് അത് ഏറ്റു പറഞ്ഞു, റബ്ബേ ഞങ്ങൾക്ക് പറ്റിപ്പോയി. അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് മുഴുവൻ കിട്ടേണ്ട പാഠം, ഖുർആനിൽ പശ്ചാത്താപത്തെ വിവരിക്കുന്നു. സംഭവിച്ചു പോയ തെറ്റുകളെ, അത് ഖേദം പ്രകടിപ്പിക്കുന്നതിനെ ഖുർആൻ എടുത്തു പറയുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിക്കൊണ്ടുവന്ന സ്വഹാബിയുടെ
ഉദാഹരണങ്ങൾ ഇനിയും കാണാൻ പറ്റും ഒരുപാട്. ഇതിൽ നിന്ന് കിട്ടേണ്ട പാഠം ഒന്ന്, ഏതായാലും ഈ പ്രവാചകന്മാരുടെ ദർജയ്ക്ക് നമ്മൾ എത്തൂല, ഈ സ്വഹാബിമാരുടെ ദർജയ്ക്ക് നമ്മൾ അതും എത്തൂല. എന്നാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത തെറ്റ്, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്, അല്ലെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ വ്യഭിചാരം പോലെ, മദ്യപാനം പോലെ വലിയ വലിയ മാരകമായ തിന്മയൊന്നുമല്ല. പക്ഷെ അവർ പ്രവാചകന്മാരാണ്. അതുകൊണ്ട് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അതുപോലും വന്നുകൂടാ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലേക്ക് പ്രവർത്തനമായി കടന്നു വന്നത്. അപ്പൊ അവർക്കൊക്കെ സംഭവിച്ചതിൽ ആ വീഴ്ച അവരൊന്ന് അംഗീകരിക്കുന്നു. അവർക്ക് സംഭവിച്ചതിൽ അവർക്ക് ഖേദമുണ്ട്. 3, ഇനി ഒരിക്കലും റബ്ബേ ഞങ്ങൾ അതിലേക്ക് ഇല്ല, ഞങ്ങൾ ഒരിക്കലും അതിലേക്ക് മടങ്ങി വരികയില്ല എന്ന ശബ്ദവും അവരിലുണ്ട്. ഈ വിഷയവുമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും തെറ്റുകൾ മനുഷ്യ സഹജമായി സംഭവിക്കുന്നു. ഈ മനുഷ്യന്മാർ തെറ്റുകൾ ഇങ്ങനെ കൂമ്പാരമായി എടുത്തു വെക്കുക എന്നല്ലാതെ ഇതൊന്ന് ഏറ്റുപറയാൻ, ഒന്ന് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുവാൻ, തൗബ ചെയ്യാൻ പ്രത്യേക കാലവും ദിവസവും ഒന്നും ദീനുൽ ഇസ്ലാമിലില്ല. റമദാൻ വരട്ടെ എന്ന കാത്തിരിപ്പില്ല, സമയവും സന്ദർഭവുമില്ല. ഏതൊരു മനുഷ്യന് എപ്പോ പറ്റിക്കഴിഞ്ഞോ അവൻ ഉടനെ മടങ്ങിക്കൊള്ളണമെന്ന ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ പലപ്പോഴും റമദാനിലാണ് ഇത്തരം വിഷയങ്ങൾ കേൾക്കാറുള്ളതെങ്കിൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യം ദീനുൽ ഇസ്ലാമിൽ തൗബയുടെ ഹുക്കുമുമായി ബന്ധപ്പെട്ട് അത് വാജിബായ സംഗതിയാണ്, നിർബന്ധമായതെന്ന് വെറുതെ പറയാൻ മതിയോ? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹ. ഖുർആൻ പറഞ്ഞു ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹ്. ആ പ്രയോഗം വിശ്വാസികളുടെ മേൽ ബാധ്യതയാണ്, കൽപ്പനയാണ്. നമ്മുടെ ജീവിതത്തിൽ അപരാധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെ വിളിച്ച് ഖുർആൻ പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഏത് തൗബ? നമസ്കാര ശേഷം നമ്മൾ പറയുന്ന അസ്തഗ്ഫിറുല്ലാഹ് എന്ന നാവും മനസ്സുമായി യാതൊരു ബന്ധവുമില്ലാത്ത വാചകത്തെ കുറിച്ചല്ല പറയുന്നത്. തൗബതൻ നസൂഹ, ആത്മാർത്ഥമായ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ചെയ്തു പോയ തിന്മകളും അപരാധങ്ങളും മനസ്സിൽ ഓർമ്മ വന്ന് എടുത്തു പറയുന്ന തൗബതൻ നസൂഹ. ഖുർആൻ പറഞ്ഞത് അതാണ്, മനസ്സറിഞ്ഞുകൊണ്ടുള്ള തൗബ. എന്തുകൊണ്ട് നമുക്ക് തൗബ ചെയ്യാൻ പറ്റാത്ത വരുന്നു? ആ സാഹചര്യം എന്തുകൊണ്ട് മനസ്സവിടേക്ക് എത്തുന്നില്ല? അവനവൻ ചെയ്തു പോയ പടച്ചവനോട് കാണിച്ച ധിക്കാരങ്ങൾ, കുറ്റങ്ങൾ, തെറ്റുകൾ, അത് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ മനസ്സ് വേദനിച്ചവർ എത്ര പേരുണ്ട്? അവനവൻ ചെയ്ത തിന്മകൾ ആലോചിച്ച് ഉറക്കമൊഴിച്ചവർ എത്ര പേരുണ്ട്? എന്തുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല? ആ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ സൂറത്ത് ഹൂദ് വിശദീകരിക്കുന്നുണ്ട്. സൂറത്ത് ഹൂദ് വിശദീകരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയതിന്റെ ലക്ഷ്യം ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. ഖുർആനിൽ ഒരു ആയത്ത് എന്നല്ല, ഖുർആനിൽ ഒരു വചനം എന്നല്ല, ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യമെന്നല്ല, ഖുർആൻ ഇറക്കിയതിന് ലക്ഷ്യമായി പറയുന്നു വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. മനുഷ്യൻ തൗബ ചെയ്ത് മടങ്ങാൻ, അവൻ ഖേദിച്ച് മടങ്ങാൻ, പശ്ചാത്തപിച്ച് മടങ്ങാനാണ് കലാമുള്ള ഇറക്കിയത്. അള്ളാഹുവിന്റെ ഖുർആൻ ഇറക്കിയതിന്റെ ലക്ഷ്യം വിശദീകരിക്കുമ്പോൾ പറയുന്നതാണ് മനുഷ്യൻ പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടിയാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതെങ്കിൽ വാജിബായ സംഗതി, ഫർള് ഐനായ സംഗതി ഓരോരുത്തരും ചെയ്യേണ്ടതാ. ഏതെങ്കിലും ജമാഅത്ത് ചെയ്താൽ സ്വീകരിക്കൂല. അവനവന് പറ്റിപ്പോയത് അവനവൻ ഏറ്റിപ്പറയേണ്ടത് വാജിബാണ്, മാത്രമല്ല ഫർള് ഐനാണ്, അവനവൻ ചെയ്യേണ്ടതാ. എന്തുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ 3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിലെ ഒന്ന് സ്വന്തം തിന്മകളോടുള്ള സമീപനമാണ്. അവൻ എങ്ങനെയാണ് അവന്റെ തെറ്റുകളോടുള്ള സമീപനം? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന വാചകമുണ്ട്, ഇന്നൽ മുഅ്മിന, വിശ്വാസിയായ ഒരു മനുഷ്യൻ, യറാ ദുനൂബഹു കഅന്നഹു ഫി അസ്ലി ജബലി യഖാഫു അൻ യഖഅ അലൈഹി. ഒരു വിശ്വാസിയായ മനുഷ്യൻ അവന്റെ തെറ്റുകളോടുള്ള അവന്റെ സമീപനം, അവന്റെ പെരുമാറ്റം, അവൻ ഒരു പാറക്കെട്ടിന്റെ താഴെ ഇരിക്കുന്നു. ആ പാറക്കെട്ടിന്റെ പ്രത്യേകത അവന്റെ തലയിലേക്ക് ഇപ്പോൾ വീഴാൻ നിൽക്കുന്ന ഒരു പാറക്കെട്ട്, ഒരു പാറക്കല്ല്
ആ പാറക്കെട്ടിന്റെ അടിയിൽ തന്റെ തലയിലേക്ക് ഇപ്പോൾ വീഴാൻ നിൽക്കുന്ന ഒരു പാറക്കെട്ടിന്റെ ചുവട്ടിൽ എത്ര ജാഗ്രതയോടുകൂടി, എത്ര പേടിയോടുകൂടി, എത്ര സൂക്ഷ്മതയോടുകൂടി അവൻ ഇരിക്കുന്നുവോ, അതുപോലെയാണ് വിശ്വാസിയായ മനുഷ്യൻ. അവൻക്ക് തിന്മകളോടുള്ള അവന്റെ സമീപനം, തെറ്റുകളോടുള്ള അവന്റെ സമീപനം. വഇന്നൽ ഫാജിറ, എന്നാൽ തെമ്മാടിയായ മനുഷ്യനോ, തെമ്മാടിയായ മനുഷ്യൻ വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദ്ദുബാബി വകഅല അൻഫിഹി, അവന്റെ മൂക്കിൻ തുമ്പിൽ ഒരു ഈച്ച വന്നിരിക്കുമ്പോൾ ഫദബ്ബൻഹു, ആ ഈച്ചയെ ഒരൊറ്റ തട്ട് തട്ടുന്നു. അത്രയും ലാഘവത്തോടുകൂടി മൂക്കിൻ തുമ്പത്തിരിക്കുന്ന ഒരു ഈച്ചയെ എങ്ങനെ ആട്ടുന്നുവോ ഫദബ്ബൻഹു, അവൻ ആട്ടി പറഞ്ഞേക്കുന്നതോടുകൂടെ അത്ര ലാഘവത്തോടുകൂടിയാണ് വഇന്നൽ ഫാജിറ, തെമ്മാടിയായ ഒരു മനുഷ്യൻ, തിന്മകളോടുള്ള അവന്റെ സമീപനമെങ്കിൽ എവിടെ നിൽക്കുന്നു നാം? വിശ്വാസിയുടെ ഉപമ പറഞ്ഞവിടത്താണോ, അതോ തെമ്മാടിയുടെ ഉപമ പറഞ്ഞ സ്ഥലത്താണോ? നമ്മുടെ മനസ്സിൽ തിന്മക്കുള്ള സ്ഥാനം, തെറ്റുകൾക്കുള്ള സ്ഥാനം, കുറ്റങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത, നമ്മുടെ ആലോചന തലയിലേക്ക് വീഴാൻ നിൽക്കുന്ന പാറക്കെട്ടിന് ചുവട്ടിരിക്കുന്നതോടുകൂടി, സൂക്ഷ്മതയോടുകൂടി, പേടിയോടുകൂടി ആ ചിന്തയാണോ നമ്മുടെ ഹൃദയത്തിലുള്ളത്? അതോ തെമ്മാടിയെ പോലെ അതാരാ ചെയ്യാത്തത്? നാട്ടുകാരെല്ലാവരും ചെയ്യുന്നതല്ലേ, കുടുംബക്കാർ ചെയ്യുന്നതല്ലേ, അയൽവാസികൾ ചെയ്യുന്നതല്ലേ, കൂട്ടുകാർ ചെയ്യുന്നതല്ലേ, അതൊക്കെ എന്താ അത്ര പ്രശ്നം, അതിലൊക്കെ എന്താ അത്ര ഗൗരവം കൊടുക്കേണ്ടത് എന്ന ചിന്തയാണോ നമുക്ക് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അവന്റെ തിന്മയോടുള്ള സമീപനം, ആ സമീപനം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് തൗബയുടെ ഭാഗത്തേക്ക് എത്താം. ഇന്ന് ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകൾ, ഇത് കലാലയങ്ങളിൽ പ്രണയ വിവാഹങ്ങൾ ഇങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കുന്നു. വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വിവാഹം തെറ്റാണെന്ന് പറയുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. വിവാഹം തെറ്റാണെന്ന് പറയുന്ന ഒരു സമ്പ്രദായം വരുന്നു, വിവാഹം തെറ്റാണെന്ന് പറയുന്നു. മാത്രമല്ല, സ്വാഭാവികമായും ലൈംഗികത എന്ന് പറയുന്ന ഏതൊരു മനുഷ്യന്റെ ഈ വികാരമാണ്. അവനൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ലൈംഗികത വരും. ആ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് കോളേജുകളിൽ പഠിക്കുന്ന, ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ മുന്നിലേക്ക്, തലച്ചോറിലേക്ക് എത്തുന്നത് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടതില്ല, പകരം നിങ്ങൾക്ക് ആ സമയത്ത് വരുന്ന വികാരം അത് അടക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ ലിവിങ് ടുഗദർ ഉണ്ട്, കോഹാബിറ്റേഷൻ ഉണ്ട്. കേൾക്കാൻ നല്ല രോമാഞ്ചമുള്ള പേരാണെങ്കിൽ 6 മാസമോ 1 വർഷമോ 8 മാസമോ ഒരു ആണും പെണ്ണും ഒറ്റക്ക് ജീവിക്കുന്നു. സ്വന്തം ക്യാമ്പസിൽ പഠിക്കുന്ന, സ്വന്തം കോളേജിൽ പഠിക്കുന്ന അതേ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെ ജീവിക്കുന്നുവോ, അവരെങ്ങനെ ശരീരം പങ്കിടുന്നുവോ, ഇതുപോലെ 6 മാസമോ 7 മാസമോ 1 വർഷമോ ഒരു കരാറുമില്ലാതെ ജീവിക്കുന്നതിനാണ് ലിവിങ് ടുഗദർ. ഇന്ന് സമൂഹത്തിൽ അത് ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ അവന് ചിന്ത വരുന്നത് ഹോമോസെക്ഷുവാലിറ്റിയോടാണെങ്കിൽ ഇന്നത്തെ പുതിയ തലമുറയോട് പറയുന്നതാ, നിങ്ങൾ എന്തിനാണ് ഹെട്രോനോർമറ്റീവുമായി കടന്നു പോകുന്നത്? ആണും പെണ്ണുമാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് ആര് പറഞ്ഞു? നിങ്ങളുടെ ഉപ്പയും ഉമ്മയും അങ്ങനെയാണ് വിവാഹം കഴിച്ചതെങ്കിൽ നിങ്ങളും അങ്ങനെ വിവാഹം കഴിക്കണമെന്ന് എന്ത് നിബന്ധനയാണുള്ളത്? ഒരു ആൺകുട്ടിയോട് പറയുന്നു, നിനക്കൊരു ആൺകുട്ടിയാണ് ഇഷ്ടമെങ്കിൽ നീ അവനെ പ്രണയിച്ചുകൊള്ളൂ, നീ അവനെ വിവാഹം ചെയ്തുകൊള്ളൂ. ഒരു പെൺകുട്ടിയോട് പറയുന്നു, നിനക്കൊരു പെൺകുട്ടിയാണ് ഇഷ്ടമെങ്കിൽ നീ അവളുമായി രമിച്ചുകൊള്ളൂ, നീ അവളുമായി ലൈംഗികത ഏർപ്പെട്ടുകൊള്ളൂ. അതിനുവേണ്ടി TV ഷോകളടക്കം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോ വഇന്നൽ ഫാജിറ, തെമ്മാടികളെ പോലെ മൂക്കിൻ തുമ്പത്തിരിക്കുന്ന ഒരു തിന്മയ്ക്ക് ആ മൂക്കിൻ തുമ്പത്തിരിക്കുന്ന ഈച്ചയെ പോലെ തട്ടിത്തെറിപ്പിക്കാനുള്ളതല്ല ഇത്തരം ചാനലുകളും ടെലിവിഷനുകളും റീൽസുകളും. ഇതിനെതിരെ ശബ്ദിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവിടെയാണ് നമ്മുടെ മനസ്സ് വരുന്നത്. ഇത്തരം ആളുകൾ വീണ്ടും അവകാശം വെച്ചു കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ രൂപത്തിൽ? വെറും ഒരു ആണും പെണ്ണും മാത്രമുള്ള, അല്ലെങ്കിൽ പെണ്ണും പെണ്ണും ആണും മാത്രമുള്ളതല്ലല്ലോ. നെക്രോഫീലിയ വക വെച്ചു കൊടുക്കുന്നു. നമ്മുടെ കേരളത്തിലടക്കം ശവരതിയുമായി ബന്ധപ്പെട്ട് ബെസ്റ്റിയാലിറ്റി വക വെച്ചു കൊടുക്കുന്നു. ഒരു മനുഷ്യന് വികാരം വരുന്നു, അവന് ചിന്ത വരുന്നു. ഒരു മൃഗത്തെ കാണുമ്പോൾ വികാരം വരുന്നുവെങ്കിൽ ആ മൃഗവുമായി രമിക്കാൻ, ആ മൃഗവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവകാശമാണെന്ന വാദവുമായി കടന്നു വരുന്നു. എന്തിനേറെ ഫീഡോഫീലിയ, ചെറിയ പിഞ്ചോമന പൈതലിനെ കാണുമ്പോൾ ഒരുത്തന് കാമം വരുന്നുവെങ്കിൽ അതിന് വക വെച്ചു കൊടുക്കണം പറയുന്ന സമൂഹത്തിലേക്ക് എത്തുമ്പോൾ ഇൻസെസ്റ്റ്. എന്താണ് ഇൻസെസ്റ്റ്? സെക്സ് ബിറ്റ്വീൻ ക്ലോസ് റിലേറ്റീവ്സ്, ഏറ്റവും ബന്ധപ്പെട്ട
സ്വന്തം അമ്മയോടും സ്വന്തം ഉപ്പയോടും സ്വന്തം സഹോദരി സഹോദരന്മാരോടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാന്ന് പറയുന്ന ഇൻസസ് അത് വകവെച്ചു കൊടുക്കണമെന്ന് കേരളത്തിന്റെ മണ്ണിൽ പ്രസംഗിച്ച് നടക്കുന്ന യുക്തിവാദികളായ ആളുകൾ ഇവരൊക്കെ കടന്നു വരുമ്പോ നമ്മൾ അവിടെയാണ് തെമ്മാടിത്തത്തിന്റെ ചിന്തയല്ല നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരേണ്ടത്. ഇതിനെല്ലാം എതിർത്തുകൊണ്ട് മുന്നോട്ട് കടന്നു പോവുക നമ്മുടെ ബാധ്യതയാണ്. ഇന്ന് പ്രണയങ്ങൾ ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനെതിർക്കേണ്ടത് നമ്മളാണ്. സ്വന്തം ഉമ്മയെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണെങ്കിൽ ഉമ്മയെ എനിക്ക് വിവാഹം ചെയ്യാൻ സാധ്യമല്ല എന്ന് ഖുർആൻ പറയുമ്പോ അതിന് താഴെയായി പറയുന്നു രഹസ്യമായി കാമുകൻ കാമുകിമാർ ചാറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, ഇടപെടുന്നത്, നോക്കുന്നത്, ജ്യൂസ് കുടിക്കുന്നത് മുഴുവൻ ഹറാമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ ആ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ ഖുർആൻ പറയുന്നു അത് നിഷിദ്ധമാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പൂതിയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വിവാഹമാണ് സുന്ദരമായി ഇസ്ലാം പറയുമ്പോ വിവാഹത്തിൽ നിന്ന് അതിരുകൾ കടന്നുകൊണ്ട് നിങ്ങൾ പ്രണയത്തിന്റെ വഴിയിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ സ്വന്തം ഉമ്മയെ വിവാഹം കഴിക്കുന്നത് ഹറാമാണെന്ന് പറഞ്ഞ ഖുർആൻ, അതേ ഖുർആൻ അതിന് തൊട്ടു താഴെയായി പറയുന്നു രഹസ്യമായി കാമുകൻ കാമുകിമാർ അവർ ചാറ്റ് ചെയ്യുന്നത് സംസാരിക്കുന്നത് മുഴുവനും ഹറാമാണെന്ന് പറഞ്ഞാൽ അതിന് ചെവി കൊടുക്കലാണോ അതോ വിശ്വാസിയെ പോലെ ആ തിന്മ അതെന്റെ തലയിലേക്ക് വീഴാൻ നിൽക്കുന്ന പാറക്കെട്ട് പോലെ ഒരു മാനസികാവസ്ഥ നമ്മളില്ലെങ്കിൽ ഭയപ്പെടേണ്ടതില്ലേ? കാരണം വാജിബായ സംഗതി നമ്മൾ മാറി നിൽക്കും. രണ്ടാമതായി നാം ചെയ്യേണ്ട സംഗതി അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചുള്ള ബോധ്യമാണ്. ഇബ്നു ആദം, അല്ലയോ ആദമിന്റെ പുത്ര, ആദമിന്റെ സന്തതി, ലൗ അതൈതനി നീ എന്റെ അരികിലേക്ക് വരുന്നു ബിഖുറാബിൽ അർളി ഖതായ ഈ ഭൂമിയോളം വലുപ്പമുള്ള പാപവുമായി നീ എന്റെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ സുമ്മ ലഖീതനി ലാ തുശ്രിക് ബിഹി ശൈആ നീ ശിർക്ക് ചെയ്യാത്തവനായി നീ എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഞാൻ നിനക്ക് പുറത്തു തരും. ഞാൻ നിനക്ക് ഭൂമിയോളം വലുപ്പമുള്ള മഗ്ഫിറത്തുമായി മാപ്പുമായി നിന്റെ അരികിലേക്ക് വരും. ഈ ഭൂമിയോളം വലുപ്പമുള്ള പാപവുമായി ഇനി എന്റെ അരികിലേക്ക് വന്നാലും ശരി, നീ എത്ര വലിയ തിന്മ ചെയ്താലും ശരി, നീ എന്റെ അരികിലേക്ക് ശിർക്ക് ചെയ്യാതെ കടന്നു വന്നാൽ നിനക്ക് ഭൂമിയോളം വലുപ്പമുള്ള മഗ്ഫിറത്തുമായി മാപ്പുമായി ഞാൻ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ചേർത്ത് നിൽക്കേണ്ടത് ഒരു സ്ത്രീ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുദ്ധത്തിന്റെ ഇടയിൽ ഒരു സ്ത്രീ ഇങ്ങനെ തന്റെ പിഞ്ചോമന പൈതലിനെ തിരഞ്ഞു നടക്കുന്നു. അങ്ങനെ ഒരുപാട് സമയം തിരഞ്ഞതിന് ശേഷം ആ സ്ത്രീക്ക് തന്റെ കുട്ടിയെ ലഭിക്കുമ്പോ ആ കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചുടുചുംബനം അർപ്പിക്കുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കാണിച്ചു കൊടുത്ത് സ്വഹാബികളോട് ചോദിക്കുന്നു, ആ സ്ത്രീക്ക് തന്റെ കുട്ടിയോട് എന്ത് സ്നേഹമുണ്ട്, ആ കുട്ടിയെ പിഞ്ചോമന പൈതലിനെ ആ സ്ത്രീ തീയിലേക്ക് വലിച്ചെറിയോ? ഒരു മറുപടി ഇല്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നൽകുന്ന മറുപടിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത്, അല്ലാഹുവിനുള്ള കാരുണ്യം ബി ഇബാദിഹി മിൻ ഹാദിഹി ലിവാലിദിഹാ, ആ പെണ്ണിന് ആ സ്ത്രീക്ക് തന്റെ കുട്ടിയോടുള്ള സ്നേഹത്തിനേക്കാൾ ആ വികാരമാണ് കാരുണ്യമെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടിയാണ് തന്റെ അടിമകളോട് തന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തിന്മ സംഭവിച്ചു പോയാൽ, അപരാധം സംഭവിച്ചു പോയാൽ, അബദ്ധം സംഭവിച്ചു പോയാൽ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കൽ നിങ്ങൾ നിരാശരാവേണ്ടതില്ല. എന്തു സംഭവിച്ചാലും ശരി, പടച്ചവനെതിരെ തെറി പറഞ്ഞവരോടും ഇസ്ലാമിന്റെ ശത്രുക്കളോടും മുഴുവൻ ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വർത്തമാനം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, പടച്ചവന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാവണം കേട്ടോ. ഏറ്റു പറയാൻ നിങ്ങൾ തയ്യാറാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമെന്ന. രണ്ടാമതായി സ്വീകരിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് ആ രംഗമാണ് അള്ളാഹുവിന്റെ കാരുണ്യം. ആ കാരുണ്യം മനസ്സിലാക്കി നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൊറുതരാനായ മാന്യനായ റഹീമായ കാരുണ്യവാനായ റബ്ബ് നമ്മുടെ മുന്നിലുള്ളപ്പോ അപരാധങ്ങളൊന്ന് ഏറ്റു പറയാ, അതിനുള്ള മാനസിക അവസ്ഥയും സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകളെല്ലാം മായ്ച്ചു കളയുമായി മാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم اشرف الأنبياء المرسلين وعلى آله وصحبه أجمعين. أما بعد. പശ്ചാത്താപത്തിൻ്റെ തൗബയുടെ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ
സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ആലോചനയും ചിന്തയുമാണ് മൂന്നാമതായി കടന്നു വരേണ്ടത്. ഇന്നല്ലാഹ യഖ്ബലു തൗബ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുക. മാലം യുഗിർ, അവൻ്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തുന്നത് വരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ തിന്മ, ആ തിന്മകൾക്കുള്ള മാപ്പ് നൽകുക. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാവുകളിലും ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി, തൻ്റെ കരങ്ങൾ ഇങ്ങനെ നീട്ടി ലിയതൂബ മുസീഉൻ നഹാരി, പകലിൽ തിന്മ സംഭവിച്ചു പോയ, അപരാധം സംഭവിച്ചു പോയ മുഴുവൻ മനുഷ്യർക്കും അവർ തൗബ ചെയ്താൽ സ്വീകരിക്കാൻ, മാപ്പ് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രികൾ തൻ്റെ കരങ്ങൾ നീട്ടിയിരിക്കുന്നു. വയബ്സുതു യദഹു ബിന്നഹാരി, രാപ്പകലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കരങ്ങൾ ഇങ്ങനെ നീട്ടിയിരിക്കുന്നു. ലിയതൂബ മുസീഉൽ ലൈലി, രാത്രികളിൽ തിന്മ സംഭവിച്ചു പോയ ആളുകൾ എന്നോട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തൗബ കൊടുക്കാൻ, പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ തൻ്റെ കരങ്ങൾ നീട്ടിയിരിക്കുന്നു. ഇത്രയും സുന്ദരമായ വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശദീകരിച്ചിട്ട് പറ്റിപ്പോഴൊന്ന് ഏറ്റു പറയാൻ അത്രയല്ലേ അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അതിന് പോലും നമുക്ക് സമയമില്ലെങ്കിൽ, അതിന് പോലും നമ്മൾ തയ്യാറായില്ലെങ്കിൽ പിന്നീട് പഴിമുറ മുഴുവനും അല്ലാഹുവിൽ പറയുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ഉൾക്കൊണ്ട രംഗം, മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മയായ സുമയ്യ റളിയല്ലാഹു അൻഹയെ കുന്തം കൊണ്ട് കുത്തിയിറക്കുന്നു ഗുഹ്യഭാഗത്തേക്ക്. രക്തം വാർന്നൊലിച്ച് പിടഞ്ഞു മരിക്കേണ്ട രംഗം, സ്വന്തം ഉമ്മ പിടഞ്ഞു മരിക്കുന്ന ഷഹീദത്താവുന്ന രംഗം കണ്ണുകൊണ്ട് കണ്ടു നിൽക്കേണ്ടി വന്ന അമ്മാർ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയായ യാസിർ റളിയല്ലാഹു അൻഹുവിനെയും പീഡിപ്പിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു. അവസാനം അമ്മാർ റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ടുപോകുന്നു. അവിടെയുള്ള ആളുകൾ തീക്കണൽ ഉണ്ടാക്കി പച്ചയായ ശരീരത്തെ ആ തീക്കണൽ കൊണ്ടുപോയി കിടത്തുന്നു. വേദന കൊണ്ട് പുളകം കൊള്ളുന്ന അമ്മാർ റളിയല്ലാഹുവിനെ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തല താഴ്ത്തിക്കൊണ്ട് നടന്നു പോകുന്ന രംഗമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്മാർ റളിയല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, യാ നാറുകൂനി ബർദൻ വസലാമൻ അലാ അമ്മാർ കമാ കുൻതി അലാ ഇബ്രാഹിം. അല്ലയോ തീയെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശാന്തിയേകിയതുപോലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സമാധാനമേകിയതുപോലെ എന്റെ അമ്മാറിന് സമാധാനമേകണേ, ശാന്തിയേകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. ഈ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പീഡനം സഹിക്കവയ്യാതെ അസഹനീയമായ വേദന കൊണ്ട് പുളകം കൊള്ളുമ്പോ അവിശ്വാസികളായ ആളുകൾ പ്രയാസപ്പെടുത്തി അവരോട് പറയുന്നു, അമ്മാർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൽ അവിശ്വസിച്ചു എന്നൊരു വാചകം പറയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുരുത്തക്കേട് ഉപയോഗിക്കും. അവസാനം സഹിക്കട്ടെ അമ്മാർ റളിയല്ലാഹു അൻഹു തന്റെ സംരക്ഷണത്തിന് വേണ്ടി അങ്ങനെ ഒരു വാചകം ഉപയോഗിക്കുന്നു. നേരെ ഓടി വരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക്. പ്രവാചകരെ, ഇങ്ങനെ സംഭവിച്ചു പോയി, അസഹനീയമായ വേദന കൊണ്ട് ഞാൻ അല്ലാഹുവിൽ അവിശ്വസിച്ചു എന്ന് പറഞ്ഞു പോയി. പ്രവാചകരെ, അങ്ങേ ഞാൻ അറിയാതെ ഒരു കുരുത്തം കെട്ട വാക്കുപയോഗിച്ചു പോയി. പ്രവാചകരെ, അമ്മാറിന് മാപ്പ് നൽകണം, അമ്മാറിന്റെ വിധി എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു, ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. അല്ലയോ അമ്മാറെ, അല്ലാഹുവിൽ അവിശ്വസിച്ചു എന്ന് പറയുമ്പോൾ പ്രവാചകനെ കുരുത്തക്കേട് പറഞ്ഞപ്പോ നിന്റെ മനസ്സിന്റെ അകത്ത് എന്തായിരുന്നു? അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, എന്റെ മനസ്സിൽ വിശ്വാസം ഒരു അണുമണി തൂക്കം പോലും കുറഞ്ഞിട്ടില്ല. അസഹനീയമായ വേദന കൊണ്ട് പിടച്ചിലിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോയതാണ് പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ ആയത്ത് അവതരിക്കുന്നു. മനസ്സിൽ വിശ്വാസം ഉറപ്പിച്ച് അത്തരം വാചകങ്ങൾ ഉച്ചരിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവില്ല. ഇതായിരുന്നു സ്വഹാബികൾ. ഒരിക്കൽ ഉസാമ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു ശത്രു, ആ ശത്രുവാണ് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കടന്നു വന്ന് ശത്രുക്കളെ മുഴുവനും ഊറ്റം കൂട്ടുന്നത്. ഏതെങ്കിലും ശത്രു ഇങ്ങനെ പിറകോട്ട് പോകുമ്പോൾ അവനെ ഊറ്റം കൂട്ടി അവനെങ്ങനെ ഫ്രണ്ടിലേക്ക് തള്ളിവിടുന്ന ഒരു മുശ്രിക്കായ ഒരു ശത്രുവായ ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെ ഉസാമ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ ഇടയിൽ മുന്നിൽ കിട്ടുക. ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ വാളിന്റെ മുന്നിൽ ഈ ശത്രുവായ മനുഷ്യനെ കിട്ടുക. ഉസാമ റളിയല്ലാഹു അൻഹു തന്റെ വാൾ ഓങ്ങിയപ്പോൾ ഈ മനുഷ്യൻ പറയാൻ തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന വാചകം ഇദ്ദേഹം ഉപയോഗിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു ഒന്നും നോക്കിയില്ല, തലവെട്ടി ഈ പ്രൊഫസർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് എത്തി. പ്രവാചകരെ, കലിമത്ത് ചൊല്ലിയ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ
മനുഷ്യനെ ഉസാമ കൊന്നു, ഉസാമ വധിച്ചു എന്ന രൂപം പ്രശ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അരികിലേക്ക് എന്ന് ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ ഉസാമ റളിയല്ലാഹു അൻഹു പല കാര്യങ്ങളും പറഞ്ഞു. പ്രവാചകരെ, അറിയാലോ, അദ്ദേഹമാണ് ഈ ശത്രുവിന്റെ ഏറ്റവും വലിയ നേതാവ്, എല്ലാ പിഴവുകളും അദ്ദേഹമാണ്, മറ്റുള്ള ആളുകളെല്ലാം മൂറ്റം കയറ്റുന്ന അദ്ദേഹമാണ്. അദ്ദേഹം എന്റെ വാളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അഫലാ ശകക്ത അൻ ഖൽബി, അഫലാ ശകക്ത അൻ ഖൽബി, നീ അവന്റെ കൽബ് പിളർന്നു നോക്കിയോ? അവൻ മനസ്സറിഞ്ഞിട്ടാണോ അല്ലയോ പറഞ്ഞതെന്ന് നീ അവന്റെ കൽബ് പിളർന്നു നോക്കിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. ഉസാമ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഉസാമ റളിയല്ലാഹു അൻഹു വല്ലാതെയായി. അപ്പന് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി, അപ്പന് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി, ഞാനൊരു കുട്ടിയായിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി. ഉസാമ റളിയല്ലാഹു അൻഹു അവർക്കൊരു ഖേദമായി കടന്നു വന്നു. അത് എന്തുണ്ട് പരിഹാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നു, പ്രവാചകരെ, ഞങ്ങൾക്ക് സംഭവിച്ചു പോയ തിന്മകൾക്ക് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് പരിഹാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ പഠിച്ച പാഠമാണ്, എന്തെങ്കിലും സംഭവിച്ചാൽ, അബദ്ധം പറ്റിയാൽ ഉടനെ പെട്ടെന്ന് തൗബ ചെയ്യുക, മടങ്ങുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ പഠിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാമെന്ന് പറഞ്ഞ ആ തൗബ ഏതാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കാൻ പറഞ്ഞ തൗബ ഏതാ? ഇന്നമ തൗബതു അലല്ലാഹ്, അല്ലാഹു ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ തൗബ. ഇല്ലദീന യഅമലൂന സൂഅ ബിജഹാല, അവൻ അറിവുകേട് നിമിത്തം, അബദ്ധ നിമിത്തം. ജഹാലത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തിന്മകളും, എല്ലാ അപരാധങ്ങളും അത് ജഹാലത്താണ്. അപ്പൊ ഒരു മനുഷ്യൻ അവിവേകം കൊണ്ട് ഒരു പ്രശ്നം സംഭവിച്ചാൽ, അവിവേകം കൊണ്ട് അവൻ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ, തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, സുമ്മ യതൂബൂന മിൻ ഖരീബ്, അത് ഉടനടി ചെയ്യണം. ഉംറ വരട്ടെ, പ്രായമാവട്ടെ, ഹജ്ജ് വരട്ടെ, റമളാൻ വരട്ടെ എന്ന് നീട്ടിവെക്കാനുള്ളതല്ല. അള്ളാഹു സ്വീകരിക്കും പറഞ്ഞ തൗബ മനുഷ്യന് സംഭവിച്ചു പോയ തിന്മകളും അബദ്ധങ്ങളും അപരാധങ്ങളും അത് ആലോചിച്ച് സംഭവിച്ചു പോയാൽ ഉടനെ സുമ്മ യതൂബൂന മിൻ ഖരീബ്, ഉടനടി തൗബ ചെയ്യുന്നുവെങ്കിൽ ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ തൗബയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. ഇല്ലാതെ കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം നീട്ടിവെക്കുന്നു. അപ്പോൾ അവനവന് സംഭവിച്ചു പോയ അപരാധങ്ങൾ അതൊന്ന് ആത്മാർത്ഥമായി ആലോചിച്ച് ഒന്ന് ഒറ്റക്കിരുന്ന് ഒന്ന് ഖേദം പ്രകടിപ്പിച്ച് പടച്ച റബ്ബിനോടൊന്ന് ഏറ്റു പറയുക. ആ പണി പോലും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ പഴിമുറവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് വാജിബായ ഫർളു ഐനായ ഒരു സംഗതിയാണ് മനുഷ്യരെ, അല്ലയോ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കാത്തു നിൽക്കാനില്ല. ജീവിച്ചിരിക്കുന്ന മരണത്തിനോട് തുല്യമായി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ആക്സിഡന്റ് പറ്റി ബോധം പോയ മനുഷ്യർ, തൗബ ചെയ്യാം, നാളെ തൗബ ചെയ്യാം, റമദാനിൽ തൗബ ചെയ്യാം, ഹജ്ജിന് പോകുമ്പോൾ തൗബ ചെയ്യാം, ഉംറ പോകുമ്പോൾ തൗബ ചെയ്യാം എന്ന് നിശ്ചയിച്ച് വീട്ടിന്റെ അകത്തിടങ്ങളിൽ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങിപ്പോയ മനുഷ്യർ, റോഡ് ആക്സിഡന്റിൽ അബോധാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യർ, അവർക്ക് ഇനി തൗബയുണ്ടോ? ബുദ്ധിയില്ലാതെ ബുദ്ധിപാടക്കം മറഞ്ഞു പോകുന്ന ജീവിച്ചിരിക്കുന്ന കാലത്ത് എമ്പാനും തെറ്റുകൾ സംഭവിച്ചു പോയ ആളുകൾ, തൗബ ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, നീട്ടിവെച്ച ജീവിച്ചിരിക്കുന്ന മരണത്തിനോട് തുല്യമായി ജീവിക്കുന്ന ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നീട്ടിവെക്കാനുള്ളതല്ല. അങ്ങനെ ഒരു മനുഷ്യൻ തൗബ ചെയ്യാതെയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ വലിയ അപകടമാണ് അവന്റെ പരലോകത്ത് കടന്നു വരുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തെറ്റുകൾ സംഭവിച്ചു പോയത് ആത്മാർത്ഥമായി റബ്ബിനോട് ഏറ്റു പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ജാമിഅ ബുസ്താൻ ഉലൂമിന്റെ കീഴിൽ വരുന്ന വലിയൊരു പദ്ധതി നമ്മുടെ സ്വപ്നമാണ്, നമ്മുടെ കാര്യമാണ്, ക്യൂ സിറ്റി. ആ ക്യൂ സിറ്റിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ലേണിംഗ് ദ ഖുർആൻ തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകൾക്ക് മാത്രമായി ഒരു ഖുർആൻ വിജ്ഞാന പരീക്ഷ നടക്കുന്നു. ഈ വരുന്ന ഡിസംബർ 7-ന് നിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകും, അതിന് നോട്ടീസുകൾ കിട്ടും. തൃശ്ശൂർ ജില്ലക്ക് മാത്രമായി ജാമിഅ ബുസ്താൻ ഉലൂമിന്റെ കീഴിൽ വരുന്ന ഖുർആൻ പഠിക്കുന്ന ആ പഠിതാക്കൾക്ക് വേണ്ടിയുള്ള സംവിധാനം നമ്മുടെ സ്വപ്നമായി നമ്മുടെ മുറ്റത്തൊരുങ്ങുമ്പോൾ അതിനുവേണ്ടി പ്രചരണത്തിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആന്റെ വിജ്ഞാന പരീക്ഷ ലേണിംഗ് ദ ഖുർആൻ നടക്കുന്നു. അതുകൊണ്ട് പരമാവധി രജിസ്റ്റർ ചെയ്യാനും നമ്മുടെ മക്കളെയും കുടുംബക്കാരും അതിലേക്ക് എത്തിക്കാൻ, അങ്ങനെ ആ പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് 1ാം സമ്മാനം ഉംറയും, വരുന്ന ബാക്കിയുള്ള ആളുകൾക്ക് 10 പേർക്ക് ഏകദേശം സമ്മാനങ്ങളും ലഭിക്കുന്നുണ്ട്. സുന്ദരമായി ഖുർആൻ പഠിക്കാനുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ജില്ലക്ക് മാത്രമുള്ള ഒരു അവസരമാണ്. ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മൾ സംഭവിച്ചു പോയ തിന്മകൾ, അപരാധങ്ങൾ, അബദ്ധങ്ങൾ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹായ മക്കളാക്കി തീർക്കുമാറാകട്ടെ. നമ്മളെ കുടുംബക്കാർ, വേണ്ടപ്പെട്ടവർ, ഉമ്മമാർ, ഉപ്പമാർ, മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരി സഹോദരന്മാർ, അവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങൾ, പ്രതിസന്ധി അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ, അല്ലാഹുവേ ശാന്തി നൽകണവർക്ക്, അല്ലാഹുവേ സമാധാനം നൽകണവർക്ക്, ഞങ്ങൾക്കും ഞങ്ങളുടെ സമൂഹത്തിലുള്ള ആളുകൾക്കും നിർഭയത്വത്തോട് ജീവിക്കുന്ന സാഹചര്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അഹ്യാഉ മിൻ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين.